നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ വിദ്യാ സജീവ്. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. സ്വാതന്ത്ര്യദിനത്തിൽ വന്ദേമാതരത്തിന്റെ പൂർണ്ണവരികൾ ആലപിച്ച ബിജെപി മെമ്പർമാർക്ക് ആദരം. കോൺഗ്രസ് നയിക്കുന്ന ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കാതെ അവഗണിച്ചെന്നാണ് ബിജെപി ആരോപണം. വികലാംഗ അസോസിയേഷൻ ഓഫ് ഇന്ത്യ പാർലം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ 9ാം വാർഷികത്തിന്റെ ഭാഗമായി കുടുംബ സമ്മേളനം നടന്നു. പെരിഞ്ചേരി ബാപ്പുജി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും അവണിശ്ശേരി മണ്ഡലം 11ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയും സംയുക്തമായി സ്നേഹാദരം സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. സ്വാതന്ത്ര്യദിനത്തിൽ വന്ദേമാതരത്തിന്റെ പൂർണ്ണവരികൾ ആലപിച്ച ബിജെപി മെമ്പർമാർക്ക് ആദരം. കോൺഗ്രസ് നയിക്കുന്ന ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കാതെ അവഗണിച്ചെന്നാണ് ബിജെപി ആരോപണം. സ്വാതന്ത്ര്യദിനത്തിൽ വന്ദേമാതരത്തിന്റെ പൂർണ്ണവരികൾ ആലപിച്ച് മാതൃകയായതിനാണ് ബിജെപി മെമ്പർമാർക്ക് ആദരം സമ്മാനിച്ചത്. ചെറുപ്പ് തായംകുളങ്ങരയിലാണ് ആദരമൊരുക്കിയത്. ബിജെപി മെമ്പർമാരായ പ്രിയലത പ്രസാദ്, ശ്രുതി വിജിൽ, സൂര്യ ഉദയൻ, ജിജു ഭരത് എന്നിവർക്കായിരുന്നു ആദരം. വന്ദേമാതരത്തിന്റെ പൂർണ്ണവരികൾ ആലപിക്കണമെന്ന കേന്ദ്ര സർക്കാർ നിർദ്ദേശം കേരള സർക്കാരിനൊപ്പം കോൺഗ്രസ് നയിക്കുന്ന ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും അംഗീകരിക്കാതിരിക്കെ ബിജെപി മെമ്പർമാർ വന്ദേമാതരം പൂർണ്ണമായി ആലപിച്ചത് മാതൃകയാണെന്നാണ് പാർട്ടി നേതൃത്വം വിലയിരുത്തുന്നത്. ബിജെപി ചേർപ്പ് മണ്ഡലം പ്രസിഡന്റ് വി ശ്രീരജ് ആദരചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് ഏരിയ പ്രസിഡന്റ് മധു പൂച്ചിനിപ്പാടം അധ്യക്ഷനായി. മണ്ഡലം ജനറൽ സെക്രട്ടറി ജോസ് ആലപ്പാട്, യുവമോർച്ച ജില്ലാ സെക്രട്ടറി വിഷ്ണു പൂച്ചിനിപ്പാടം, പട്ടികജാതി മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി വിജിത്ത് പള്ളിപ്പുറം എന്നിവർ ചേർന്ന് മെമ്പർമാരെ ആദരിച്ചു. ഏരിയ ജനറൽ സെക്രട്ടറി ശരത് മേനോൻ, ഏരിയ വൈസ് പ്രസിഡന്റ് രാമചന്ദ്രൻ, വിപുൽ മൈമ്പിള്ളി, ഏരിയ സെക്രട്ടറി വിനോദ് മേനോൻ, മഹിളാ മോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി സൗമ്യ ഷാജൻ, കർഷക മോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി സുബ്രഹ്മണ്യൻ, യുവമോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി വിഷ്ണു പാർളം എന്നിവർ സംസാരിച്ചു. വികലാംഗ അസോസിയേഷൻ ഓഫ് ഇന്ത്യ പാർലം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ 9ാം വാർഷികത്തിന്റെ ഭാഗമായി കുടുംബ സമ്മേളനം നടന്നു. ഭിന്നശേഷിക്കാരായ കുട്ടികളിൽ SSLC +2 പരീക്ഷകളിൽ മുഴുവൻ A+ നേടിയവർക്ക് ക്യാഷ് അവാർഡ് സമർപ്പിച്ചു. ഗീതാഗോപി MLA ഉദ്ഘാടനം ചെയ്തു. സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് R രമേശൻ അധ്യക്ഷത വഹിച്ചു. മനുഷ്യ സഹജമായ എന്തെല്ലാം സംഭവവികാസങ്ങൾ ഈ നാട്ടിലും ഈ നഗരത്തിലും ഗ്രാമങ്ങളിലും നടന്നു. സുദീർഘമായ തോന്നുന്ന വികലാംഗക്ഷേമ സംഘടന ഇവിടെ നടത്തുന്ന ആ പേര് തന്നെ പറയാൻ ഒരു പക്ഷേ എന്നെ സംബന്ധിച്ചോളം എനിക്ക് വളരെ പ്രയാസമുണ്ട്. അങ്ങനെയൊരു സിറ്റുവേഷൻ ദൈവം സൃഷ്ടിച്ച് തന്നൊരു ജീവിതം പല രീതിയിലും പല ഘട്ടങ്ങളിലും നമ്മുടെ കഴിവുകൾ കാണിക്കുന്നുണ്ട്. ഈ ക്ഷേമ സമിതിയുടെ എല്ലാ നയങ്ങളെയും ഏകീകരിച്ചുകൊണ്ട് ഈ പ്രദേശങ്ങൾ പ്രവർത്തിക്കാൻ നാട്ടിലെ ഞാൻ നോക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം സമൂഹ വിവാഹം ഉൾപ്പെടെയുള്ള സ്റ്റേറ്റ് തലത്തിലുള്ള പരിപാടി തൃശ്ശൂർ വെച്ച് നടത്തി. എനിക്ക് അവിടെ എത്താൻ പറ്റിയില്ല. ഞാൻ എല്ലാ വർഷവും ആ പരിപാടിക്ക് എത്തുന്ന ഒരാളാണ്. അവരുടെ കീഴിൽ തന്നെ എത്ര വ്യക്തികളാണെന്ന് അറിയില്ല. ഈ രോഗമരണമെന്നല്ല പറയണം, അത് വന്നിട്ടുണ്ടെങ്കിലും ആ വന്നതിനെ വേണ്ടതുപോലെ പരിഗണിക്കുന്നുണ്ട്. പക്ഷെ അതിന് അടിമപ്പെട്ടു അവശനായി ഒന്നിനും കൊള്ളില്ല, വയ്യ, ഈ വക കൊല്ലാട്ടോടൊന്നും ഞാൻ പാടാറില്ല. ഞാൻ സംസാരിക്കുന്ന ഒരാളാണ്, ഒരു പ്രവർത്താവാണ്. എൻ്റെ പ്രൊഫഷനും ഇതുവരെ നിർത്തിയിട്ടില്ല. ഞാൻ യൂട്യൂബിലൊക്കെ സംസാരിക്കാറുണ്ട്. മനുഷ്യന് കാണാൻ വരുമല്ലോ പലരും, അവരോട് സംസാരിക്കണം. പ്രസംഗമേളകളിൽ പോയി പറയാറുണ്ട്. മലേഷ്യക്ക് പോവാണ് അടുത്ത മാസം 4-ാം തീയതി. അത് കഴിഞ്ഞാൽ ഡൽഹിക്ക്. വെങ്ങിണിശ്ശേരി നാരായണാശ്രമം തപോവനത്തിലെ സ്വാമി ഭൂമാനന്ദ തീർത്ഥജി മഹാരാജ്, തൃശൂർ അതിരൂപത പാസ്റ്ററൽ സെന്റർ ഡയറക്ടർ ഫാദർ ഡോക്ടർ ജോസ് വട്ടക്കുഴി, ചേനം ജുമാ മസ്ജിദ് ഖത്തീബ് ജാഫർ യമാനി എന്നിവർ മുഖ്യാതിഥികളായി.
മെമ്പർമാർക്കുള്ള അരി വിതരണവും സമ്മാനദാനവും ചടങ്ങിൽ നടന്നു. ചെർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജൂബി മാത്യു, പറളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനോജ് അയ്യപ്പത്ത്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ട്രിൻസി ജൂബി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തോമസ് പെല്ലിശ്ശേരി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വനജ രാജൻ, മെമ്പർമാരായ പ്രനിത സഹിൽ, ബിന്ദു ടീച്ചർ, ഡാലി ബിനോയ്, റിൻസി ഷാബു, കൃഷി ഓഫീസർ ഡിറ്റി മരിയ, വികലാംഗ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ പാർലം യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി ജയന്തി നാരായണൻ, പ്രസിഡന്റ് ശേഖരൻ കൊട്ടുങ്ങൽ, ട്രഷറർ ഫൈസൽ ചേനം എന്നിവർ സംസാരിച്ചു. മുഖ്യാതിഥിയായ ഫാദർ ഡോക്ടർ ജോസ് വട്ടക്കുഴി മോട്ടിവേഷൻ ക്ലാസ് എടുത്തു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. പെരിഞ്ചേരി ബാപ്പുജി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും അവണിശ്ശേരി മണ്ഡലം 11 വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയും സംയുക്തമായി സ്നേഹാദരം സംഘടിപ്പിച്ചു. മുതിർന്ന അംഗങ്ങൾക്ക് ചടങ്ങിൽ മെമ്പർമാരുടെ ഓണപ്പുടവ സമർപ്പണവും നടന്നു. തൃശൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ എ പ്രസാദ് സ്നേഹാദരം ഉദ്ഘാടനം ചെയ്തു. പല പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവിടെ ആവശ്യമായ സഹായിക്കാൻ തയ്യാറാവുന്ന ആളുകളെ കണ്ടെത്തിക്കൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ തന്നെ അവരെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് തൻ്റെ വാർഡിലെ മുതിർന്ന അംഗങ്ങളെ അവരെ ഓണപ്പുടം നൽകി ആദരിക്കുന്ന ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചു എന്നുള്ളത് ഏറെ സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ്. ഞാനിന്ന് കാലത്ത് ഈ പരിപാടി നോട്ടീസ് സ്റ്റാറ്റസ് ഇട്ടപ്പോൾ എൻ്റെ വാർഡിലെയും ആളുകൾ അപ്പോൾ ഇവിടെയും നടപ്പാക്കുകയെന്ന് ചോദിച്ച് എന്നെ സമ്മർദ്ദരാക്കി തുടങ്ങിയെന്ന് കൂടി പറയുകയാണ്. കാരണം എല്ലാവരും സ്വാഭാവികമായും നമ്മുടെ പാർട്ടിക്കാരായാലും പുത്തൻ ചോദിച്ചോടെ ഏറ്റവും നല്ല ഒരു പദ്ധതി. കാരണം പലപ്പോഴും വിദ്യാഭ്യാസ അവാർഡുകൾ നൽകുന്ന സ്വാഭാവികമായി എല്ലാ വാർഡുകളും നമ്മൾ പങ്കെടുക്കാറുണ്ട്. പക്ഷെ ഓണപ്പുടവ വാർഡിനകത്ത് മുതിർന്ന ആളെയും അതിൽ യാതൊരു വ്യത്യാസവുമില്ലാതെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ ഹൃദയത്തോട് ചേർക്കുന്ന ഒരു പരിപാടി ഏറെ മാതൃകാപരമാണ്. ആദ്യമായി തന്നെ ഏറ്റവും മാതൃകാപരമായി ഈ പദ്ധതി നടപ്പാക്കുന്ന തന്റെ വാർഡിലെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന റൂബി ജോൺസൺ നല്ലൊരു കയ്യടി നമുക്ക് കൊടുക്കാം. അവരെ അഭിവാദ്യം ചെയ്യാനും അഭിനന്ദിക്കാനും ഞാൻ അവസരം വിനിയോഗിക്കുകയാണ്. നമുക്കറിയാം എല്ലാവരും ഓണാഘോഷ തിരക്കിലാണ്, എല്ലാവരും ഓണത്തിന്റെ തിരക്കിലേക്ക് കടന്നു തുടങ്ങി. നമുക്കറിയാം കുമ്മാട്ടിയും പുലിക്കളിയും മറ്റു ഓണത്തിന്റെ ആഘോഷങ്ങളൊക്കെ തന്നെ ആയതുകൊണ്ട് നാടൊട്ടാകെ ഓണത്തിരക്കിലേക്ക് പോകുമ്പോൾ ഏറ്റവും സാധാരണക്കാരെയും എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന സമീപനം തന്നെയാണ് എല്ലാ ജനപ്രതിനിധികളായാലും ഉത്തരവാദിത്തത്തിന്റെ പൊതുപ്രവർത്തകരൊക്കെ തന്നെ ചെയ്യേണ്ടത്. 11 വാർഡ് മെമ്പർ റൂബി ജോൺസൺ അധ്യക്ഷയായി. തൂഫാൻ കെയർ കമ്മിറ്റി നോഡൽ ഓഫീസർ ഡോക്ടർ ടി.എൻ. നിതിൻ മുരളി ആദരകർമ്മം നിർവഹിച്ചു. വാർഡിൽ നിന്ന് SSLC+2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ കുട്ടികളെ ചടങ്ങിൽ ഉപഹാരം സമ്മാനിച്ചു. 75 വയസ്സ് പൂർത്തിയായ മുതിർന്ന അംഗങ്ങൾക്കുള്ള ഓണപ്പുടവ സമർപ്പണം അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോസിലി ജോയ് നിർവഹിച്ചു. സവിശേഷ മികവ് തെളിയിച്ചവർക്കുള്ള പ്രതിഭാ പുരസ്കാര സമർപ്പണവും ചടങ്ങിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം CK വിനോദ മുഖ്യപ്രഭാഷണം നടത്തി. കോൺഗ്രസ് അവണിശ്ശേരി മണ്ഡലം പ്രസിഡന്റ് പ്രിയൻ പെരിഞ്ചേരി, ബ്ലോക്ക് മെമ്പർമാരായ സുകന്യ ജിനീഷ്, രശ്മി ബിജു, അവണിശ്ശേരി പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VI ജോൺസൺ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിനയ സച്ചിൻ, അംഗങ്ങളായ ജോയ് പയ്യപ്പിള്ളി, ജീസൻ ട്രപ്പായി, കൃഷ്ണപ്രിയ ശ്രീജിത്ത്, 11 വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് TR വിനീത് എന്നിവർ സംസാരിച്ചു. ചേർപ്പ് CNN ബോയ്സ് ഹൈസ്കൂളിൽ ഭാരതത്തിന്റെ 80ാം സ്വാതന്ത്ര്യദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. SPC കേഡറ്റുകളുടെ പരേഡുകളും ജൂനിയർ റെഡ് ക്രോസ്, സ്കൌട്ട് യൂണിറ്റുകളുടെ ഫ്ലാഗ് സല്യൂട്ടും ആഘോഷം ശ്രദ്ധേയമാക്കി. CNN ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ KB അജോഷ് പതാകാരോഹണം നിർവഹിച്ചു. പ്രധാനാധ്യാപിക PM രജനി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. സ്വാതന്ത്ര്യസമര സേനാനിയായിരുന്ന കൊടക്കാട് രാഘവൻ മേനോന്റെ ഓർമ്മയ്ക്കായുള്ള എൻഡോമെന്റ് ചടങ്ങിൽ വിതരണം ചെയ്തു. SPC കേഡറ്റുകളുടെ പരേഡുകളും ജൂനിയർ റെഡ് ക്രോസ്, സ്കൌട്ട് തുടങ്ങിയ യൂണിറ്റുകളുടെ ഫ്ലാഗ് സല്യൂട്ടും സ്വാതന്ത്ര്യദിനാഘോഷത്തെ ശ്രദ്ധേയമാക്കി. കുട്ടികൾ അവതരിപ്പിച്ച ദേശഭക്തിഗാന ആലാപനം ചടങ്ങിന് മിഴിവേകി. തുടർന്ന് വിദ്യാർത്ഥികൾക്ക് മധുരം വിതരണം ചെയ്തു. PTA ഭാരവാഹികളും അധ്യാപക അനധ്യാപക ജീവനക്കാരും ചടങ്ങിൽ പങ്കെടുത്തു. സാമൂഹ്യശാസ്ത്ര ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. എല്ലാ വീട്ടിലും ഭവന പതാക എന്ന ആശയത്തോടെ ഹർഘർ തിരങ്ക എന്ന പരിപാടിയും ചടങ്ങിൽ അരങ്ങേറി. തങ്ങളുടെ വീടുകളിലെ പതാക ആരോഹണത്തിന്റെ ഫോട്ടോ, വീഡിയോ റീൽസ് എന്നിവ ക്ലാസ് ഗ്രൂപ്പിൽ പങ്കുവയ്ക്കാനും ആവശ്യപ്പെട്ടിരുന്നു. അതനുസരിച്ച് മനോഹരമായ രീതിയിലാണ് കുട്ടികൾ സ്വാതന്ത്ര്യ ദിനാഘോഷം ഒരുക്കിയത്. മനോഹരമായ റീലിന് ചടങ്ങിൽ സമ്മാനവും നൽകി. ഗ്രാമീണ ഗ്രൂപ്പിന്റെ ആദ്യ സംരംഭമായ ഗ്രാമീണ സൂപ്പർ മാർക്കറ്റ് വല്ലച്ചിറയിൽ പ്രവർത്തനം ആരംഭിച്ചു. മികച്ച ഗുണനിലവാരത്തിനും വിലക്കുറവിനും മുൻതൂക്കം നൽകുന്നതാണ് ഗ്രാമീണ സൂപ്പർ മാർക്കറ്റ്. അത്തം ദിനമായി ഞായറാഴ്ച രാവിലെ വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് ഓഫീസിനു മുൻവശത്താണ് ഗ്രാമീണ ഗ്രൂപ്പിന്റെ ആദ്യ സംരംഭമായ ഗ്രാമീണ സൂപ്പർ മാർക്കറ്റ് പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത്. KK രാമചന്ദ്രൻ MLA പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും ഗ്രാമീണ സൂപ്പർ മാർക്കറ്റിന്റെ ബിസിനസ് പാർട്ട്ണറുമായ N മനോജ് അധ്യക്ഷനായി.
വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമാപ്രകാശൻ ആദ്യ വിൽപ്പന സംവിധായകൻ പ്രിയനന്ദനന് നൽകി നിർവഹിച്ചു. സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നറുക്കെടുപ്പിലൂടെ 5 പേർക്ക് ഓണക്കിറ്റ് സമ്മാനമായി വിതരണം ചെയ്തു. പിന്നീടുള്ള ഓരോ 1000 രൂപയുടെ പർച്ചേസിനും 1 കിലോ പഞ്ചസാര സൗജന്യമായി നൽകി. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയിലെ അംഗത്വം പ്രസിഡന്റ് സലീഷ് നടുവിൽ, ട്രഷറർ വിൻസെന്റ് പിടിയത്ത് എന്നിവർ ചേർന്ന് ഗ്രാമീണ സൂപ്പർമാർക്കറ്റിന് നൽകി. ഗ്രാമീണ സൂപ്പർമാർക്കറ്റ് മാനേജിംഗ് പാർട്ണർ മനോജ് കടവിൽ, ഗ്രാമീണ ഗ്രൂപ്പിന്റെ ബിസിനസ് പാർട്ണർ KV ജയരാജ് എന്നിവർ സംസാരിച്ചു. മികച്ച ഗുണനിലവാരത്തിനും വിലക്കുറവിനും മുൻതൂക്കം നൽകുന്നതാണ് ഗ്രാമീണ ഗ്രൂപ്പിന്റെ ആദ്യ സംരംഭമായ ഗ്രാമീണ സൂപ്പർമാർക്കറ്റ്. വെങ്ങണിശ്ശേരിയിലെ ബ്ലോക്ക് പഞ്ചായത്ത് സാന്ത്വനം ബഡ്സ് സ്കൂളിൽ സ്വാതന്ത്ര്യദിനാഘോഷവും ബഡ്സ് ദിന വാരാഘോഷവും സംഘടിപ്പിച്ചു. പാർളം പഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെയും സഹകരണത്തോടെയായിരുന്നു ആഘോഷം. ചെർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷക്കീൽ അമീർ ഉദ്ഘാടനം ചെയ്തു. ചെർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി വിനയൻ അധ്യക്ഷത വഹിച്ചു. ബിഗ് ബോസ് താരം അനീഷ് തറയിൽ മുഖ്യാതിഥിയായി. പഞ്ചായത്ത് CDS ചെയർപേഴ്സൺ ശൈലജ രാജൻ, ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM ഭരതൻ, അംഗങ്ങളായ ജൂബി മാത്യു, KV പ്രജിത്ത്, പ്രദീപ് വാണപറമ്പിൽ, പഞ്ചായത്ത് അംഗങ്ങളായ ബിന്ദു ടീച്ചർ, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ഗോകുൽ P ഉണ്ണികൃഷ്ണൻ, കുടുംബശ്രീ മിഷൻ DPM ആദർശ്, കുടുംബശ്രീ കോർഡിനേറ്റർ അഭിജിത്ത് K ദീപക്, PTA പ്രസിഡന്റ് P കൃഷ്ണകുമാർ, ബഡ്സ് സ്കൂൾ പ്രധാനാധ്യാപിക ശോഭ എന്നിവർ സംസാരിച്ചു. പാട്ടുപാടിയും നൃത്തം ചെയ്തും ഭക്ഷണത്തിൽ പങ്കുചേർന്നും ബിഗ് ബോസ് താരം കുട്ടികൾക്ക് ആവേശമായി. കോൺഗ്രസ് ചെർപ്പ് ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 80ാമത് സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു. ചെർപ്പ് സെന്ററിൽ നടന്ന ചടങ്ങിൽ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് സൈജു സായിറാം ദേശീയ പതാക ഉയർത്തി. DCC ജനറൽ സെക്രട്ടറി KK അശോകൻ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. ചെർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ് മുഖ്യാതിഥിയായി. CN പ്രേംഭാസി, ഷനിൽ പെരുവനം, MN ഉണ്ണികൃഷ്ണൻ, അനൂപ് അവിണിശ്ശേരി, ജോർജ് ആൻഡോ, പ്രസാദ് കിഴക്കൂട്ട്, KP സുബ്രൻ, M സുജിത് കുമാർ, KR പിയൂസ്, അഭിഷേക് ആറ്റുപുറത്ത് എന്നിവർ സംസാരിച്ചു. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി പ്രവർത്തകർ പായസവും വിതരണം ചെയ്തു. തൈക്കാട്ടുശ്ശേരി ശ്രീ ചാത്തക്കുളങ്ങര ശാസ്താ ഭഗവതി ക്ഷേത്രത്തിൽ മഹാഗണപതി ഹോമവും ആനയൂട്ടും നടന്നു. നിരവധി ഭക്തർ ചടങ്ങിൽ പങ്കെടുത്തു. ക്ഷേത്രം തന്ത്രി ഇളങ്ങല്ലൂർ കൃഷ്ണദാസ് നമ്പൂതിരി ഭഗവതി സേവയ്ക്കും മേൽശാന്തി കുറുശാരൂർ ശങ്കരനാരായണൻ നമ്പൂതിരി മഹാഗണപതി ഹോമത്തിനും മുഖ്യ കാർമ്മികരായി. ചാത്തംകുളങ്ങര ശാസ്താ ഭഗവതി ക്ഷേത്ര പരിപാലന ധർമ്മസ്ഥാപന ട്രസ്റ്റ് പ്രസിഡന്റ് സുരേഷ് പുത്തൻവീട്ടിൽ, സെക്രട്ടറി ഷാജു കാട്ടുങ്ങൽ, വിനീഷ് P മേനോൻ, ഗിരി കൈലാത്ത് വളപ്പിൽ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. പെരിഞ്ചേരി തിരുവിതാംകൂർ മഠം ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും ഭക്തി നിർഭരം. നിരവധി ഭക്തരാണ് ചടങ്ങുകളിൽ പങ്കെടുത്തത്. പെരിഞ്ചേരി തിരുവിതാംകൂർ ദേവസ്വം മഠം ക്ഷേത്രത്തിൽ ഞായറാഴ്ചയാണ് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും ഗജപൂജയും നടന്നത്. ക്ഷേത്രം ശാന്തി ശരത് ആദ്യ ഉരുള നൽകി ആനയൂട്ടിന് തുടക്കം കുറിച്ചു. ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് ശശികുമാർ, സെക്രട്ടറി ഡോക്ടർ ഗിരീഷ് പെരിഞ്ചേരി, വൈസ് പ്രസിഡന്റ് പ്രദീപ്, R ബാബു, AR ബേബി, ഹരിചന്ദ്രൻ, അനിൽകുമാർ, ശ്രീജിത്ത്, വിലാസിനി, സുധ, ഗീത, ശൈലേഷ്, ശ്രീദേവി, രാധ ഗോപാലകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. ചൊവ്വൂർ കുറ്റിക്കാട്ടുപറമ്പിൽ ശ്രീ രുദ്രമാല ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ പൊതുയോഗവും കുടുംബ സംഗമവും സംഘടിപ്പിച്ചു. ചടങ്ങിൽ ഓണാഘോഷം വിപുലമായ പരിപാടികളോടെ നടന്നു. ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ നടന്ന ഓണാഘോഷം പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ ഉദ്ഘാടനം ചെയ്തു. വളരെ സന്തോഷമുണ്ട്. കുറ്റിക്കാട്ടുപറമ്പ് ക്ഷേത്രം ഇവിടെ വളരെ കാലപ്പഴക്കമുള്ള കുടുംബത്തിൻ്റെ കാലപ്പഴക്കം തന്നെ ഈ ക്ഷേത്രത്തിനുണ്ടാകും. കുടുംബത്തിലെ പരദേവതയായി കുടുംബത്തിലെ കാരണവന്മാര് ഭക്തിയോടെ പൂജിച്ചിരുന്ന ചൈതന്യം കുടികൊടുന്ന കുറ്റിക്കാട്ടുപറമ്പ് ക്ഷേത്രം ഇന്ന് കുടുംബാംഗങ്ങളുടെ കൂട്ടായ്മയിലൂടെ
ക്ഷേത്രം അഭിവൃദ്ധിപ്പെട്ടു, കുടുംബം അംഗങ്ങൾ അഭിവൃദ്ധിപ്പെട്ടു, ക്ഷേത്രത്തിന് തനതായി ഇപ്പോൾ നമ്മൾ ഇരിക്കുന്ന ഈ കെട്ടിടം അടക്കം അഭിവൃദ്ധിയുടെ പുരോഗമനത്തിൻ്റെ എല്ലാ ചുവടുകളും പടിപടിയായി ഉയർന്നു വരികയാണ്. ഇത് സാധ്യമാകുന്നത് നമ്മുടെ കുടുംബ പരദേവയുടെ അനുഗ്രഹം കൊണ്ടും കുടുംബാംഗങ്ങളുടെ ഒത്തൊരുമയും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ കാരണവന്മാർ ഈ ക്ഷേത്രത്തിന് വേണ്ടി ആദ്യകാലങ്ങളിൽ വളരെ ബുദ്ധിമുട്ടി ഇതിന് അടിത്തറ പാകിയ നമ്മുടെ പൂർവ്വസൂരികൾ അവരുടെ കഠിനമായ പരിശ്രമവും സമർപ്പണവുമാണ് ഈ അഭിവൃദ്ധിക്കെല്ലാം. നടി ശില്പ ശിവദാസ് കർമ്മശ്രേഷ്ഠ പുരസ്കാരം സമർപ്പണം നിർവഹിച്ചു. കഴിഞ്ഞ അധ്യയന വർഷം SSLC +2 പരീക്ഷകളിൽ മുഴുവൻ A+ നേടിയ വിദ്യാർത്ഥികൾ, ക്ഷേത്ര വികസനത്തിന് മുൻകാലങ്ങളിൽ നേതൃത്വം നൽകിയവർ എന്നിവർ പുരസ്കാരം ഏറ്റുവാങ്ങി. ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് KR ശ്രീനിവാസൻ അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി KK അജീഷ് എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ വർഷത്തെ വരവ് ചെലവ് കണക്കുകൾ ക്ഷേത്രം ഭരണസമിതി ട്രഷറർ KP അനൂപ് പൊതുയോഗത്തിൽ അവതരിപ്പിച്ചു. 200ഓളം പേരാണ് ഓണാഘോഷത്തിൽ പങ്കെടുത്തത്. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 14,220 രൂപ, പവന് 1,13,760 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്വാതന്ത്ര്യദിനത്തിൽ വന്ദേമാതരത്തിന്റെ പൂർണ്ണവരികൾ ആലപിച്ച BJP മെമ്പർമാർക്ക് ആദരം. കോൺഗ്രസ് നയിക്കുന്ന ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കാതെ അവഗണിച്ചെന്നാണ് BJP ആരോപണം. വികലാംഗ അസോസിയേഷൻ ഓഫ് ഇന്ത്യ പാർലം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ 9ാം വാർഷികത്തിന്റെ ഭാഗമായി കുടുംബ സമ്മേളനം നടന്നു. പെരിഞ്ചേരി ബാപ്പുജി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും അവണിശ്ശേരി മണ്ഡലം 11ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയും സംയുക്തമായി സ്നേഹാദരം സംഘടിപ്പിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.